കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹപരമായ ഇന്ധനവില വർധനവിനെതിരെ സംസ്ഥാനം വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരിയിൽ CITU മോട്ടോർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഓട്ടോറിക്ഷയും ബൈക്കിൽ ഗ്യാസ് സിലിണ്ടറിൽ കെട്ടിവെച്ചും റോഡിലൂടെ ഉന്തി നീക്കിയായിരുന്നു തൊഴിലാളികളുടെ വേറിട്ട പ്രതിഷേധം. വിലക്കയറ്റം കൊണ്ട് ജനജീവിതം ദുസ്സഹമാകുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ചെർപ്പുളശ്ശേരിയിൽ ഉയർന്നത്. CITU ചെർപ്പുളശ്ശേരി ഡിവിഷന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. CPIM പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെർപ്പുളശ്ശേരി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഇന്ധനവില വർധനവ് സാധാരണക്കാരായ തൊഴിലാളികളുടെ കുടുംബ ബഡ്ജറ്റ് തകർക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രകടനം. പ്രകടനത്തിന് ശേഷം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രതിഷേധ പൊതുയോഗം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില നിയന്ത്രണാധികാരം കോർപ്പറേറ്റുകൾക്ക് വിട്ടുനൽകി ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയരണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഡീസലിന് വില നിശ്ചയിക്കാനുള്ള അധികാരം ഉൾപ്പെടെ എണ്ണ കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ രൂപത്തില് നമ്മുടെ രാജ്യത്ത് പെട്രോളിലും ഡീസലിലും ഒരേപോലെ തന്നെ വില വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് എത്തി നിൽക്കുന്നത്. നേരത്തെ 2 UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ പെട്രോളിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തതിന്റെ ഭാഗമായിട്ട് പെട്രോളിന്റെ വില വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെ ആളുകളെല്ലാം തന്നെ ഡീസലിന്റെ വാഹനങ്ങളാണ് വാങ്ങാൻ പിന്നെ തീരുമാനിച്ചത്. ഇന്നിപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഒരേപോലെ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ചൊന്നും ആലോചിക്കാൻ തന്നെ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ ഈ രൂപത്തില് നമ്മുടെ രാജ്യത്ത് പെട്രോളിന് വില വർദ്ധിപ്പിക്കുക, ആ പെട്രോളിന് വില വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എണ്ണ കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. CITU ഡിവിഷൻ പ്രസിഡന്റ് M. സിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി E. ചന്ദ്രബാബു, CITU നേതാക്കളായ I. ഷാജു, യമുന ദേവി, VP ഷമീദ്, PK മുഹമ്മദ് ഷാഫി, ശശിധരൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് CITUയുടെ തീരുമാനം. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.